അയ്യോ, എല്ലാം കൊള്ളയടിച്ചല്ലോ. പാവം കടക്കാരൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മൂലയിൽ ഇരിക്കുന്ന ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം എടുത്തോണ്ട് പോയി. സുധാമൻ ചേട്ടാ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കട മുഴുവനും കൊള്ളയടിച്ചിരിക്കുകയാണല്ലോ. പോയി, എല്ലാം പോയി. എന്റെ കടയിൽ ഒന്നുമില്ല. ഞാൻ ജനാലകളും വാതിലുകളും എല്ലാം അടച്ചാണ് പോയത്. എന്നിട്ടും എങ്ങനെ കൊള്ളയടിച്ചു എന്നറിയില്ല. അത് മനസ്സിലായി. പക്ഷെ ആരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, പറയൂ. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പിച്ചക്കാരനായി. ഇനി ഞാൻ പോയി ആരോട് എന്ത് സഹായം ചോദിച്ചാലും ആരും എന്നെ സഹായിക്കില്ല. എന്നെ കണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കോ? എന്റെ എല്ലാം നശിച്ചു പോയി. ഈ ബട്ടുമുണ്ട്. ആ പൈസ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ എപ്പോ റോഡിൽ വന്ന് നിന്നാലും ഈ ബട്ടുമുണ്ട് നിങ്ങൾക്ക് കാശ് തരാൻ വേണ്ടി. തെറ്റിദ്ധരിക്കരുതേ. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഇത് വാങ്ങിച്ചോളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കരച്ചില്? കഴിഞ്ഞ ആഴ്ച മുതൽ ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മളുടെ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതാ. തീർച്ചയായിട്ടും ക്ലൂ കിട്ടും. തെരഞ്ഞു നോക്ക്, തെരഞ്ഞു നോക്ക്. എന്റെ ഈശ്വര, ഒരു പക്ഷേ ജ്വല്ലറി കൊള്ളയടിച്ച ആള് ഈ ഡ്രെയിനേജ് വഴി ഓടി രക്ഷപ്പെട്ട് കാണുമോ? ചമ്മക് സിംഗ്, ചായ കൊണ്ടുവരൂ. ഭൂതം, ഭൂതം, ഭൂതം. സുധാമ ചേട്ടാ, ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ നിങ്ങൾക്ക് അറിയാത്തതുപോലെ? ആരും വന്നില്ല, ആരും വന്നിട്ടില്ല. ഒരു കൊറിയർക്കാരൻ മാത്രം വന്നിരുന്നു. സാറേ, ഞാൻ SS കൊറിയയിൽ നിന്നാ വരുന്നേ. ഇത് നിങ്ങളുടെ അടുത്തുള്ള കടയിലെ ടൈൽസ് ആൻഡ് മാർബിൾസിന്റെ പാർസലാ. ഇതിൽ സാമ്പിൾ കൊറിയർ അയച്ചിരിക്കുക. അവരുടെ കട അടച്ചു. ഈ സമയത്ത് എന്റെ ഓഫീസും അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്നൊരു രാത്രി മാത്രം ഇതിവിടെ വെച്ചേക്കണേ. നാളെ രാവിലെ ഞാൻ വന്ന് ഇത് എടുത്തോളാം സാറേ. താങ്ക് യു സാറേ. ആ ബോക്സ് രാത്രി ഞാൻ വാങ്ങിച്ചു വെച്ചു. പിന്നെ രാവിലെ ഞാൻ കട തുറക്കുമ്പോ ആ കൊറിയർക്കാരൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബോക്സ് വാങ്ങിച്ചിട്ട് അവൻ പോയി. ദൈവമേ, അങ്ങേക്ക് ദയയില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ എല്ലാം നശിച്ചു. കരയില്ലേ, കരയില്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം നോക്കാം. അല്ല, നിർത്ത്. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. കണ്ടില്ലേ, എന്റെ ഫ്രണ്ട് ഇവിടെ കുടുങ്ങിപ്പോയി. താങ്ക്സ് ഗട്ടു, ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീ എന്നെ രക്ഷിച്ചിട്ടാ. അതിരിക്കട്ടെ, നീ അകത്ത് എന്തെടുക്കായിരുന്നു? ഞാൻ വല്ല ക്ലൂവും കിട്ടുമെന്ന് തരാൻ വേണ്ടി പോയതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഓടാം. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. എനിക്കൊന്നും കാണുന്നില്ല. എന്റെ കണ്ണു മൊത്തം ചളിയാണ്. നീ വെറുതെ ഓടിക്കൊണ്ടേ ഇരുന്നാ മതി. ഞാൻ പറയുന്ന പോലെ ചെയ്താ മതിയെന്ന്. റൈറ്റ്, റൈറ്റ് എടുക്ക്. ഇപ്പൊ ലെഫ്റ്റ് എടുക്ക്. ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ റൈറ്റ് എടുക്ക്. ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം, കേട്ടല്ലോ? ശരി. അവിടെ കയറ് കെട്ടിട്ടുണ്ട്, ചാടിക്കോ. കയറിട്ട് ഞാനിപ്പോ എങ്ങോട്ടാണ് പോവുക?
ഗട്ടു, നിനക്കറിയോ ഞാൻ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്കിപ്പിംഗ് കളിക്കുന്നത്. നിനക്ക് മറ്റൊരു കാര്യം അറിയോ? ഇത് ദേഹത്തിന് എത്ര നല്ലതാണെന്നറിയോ? വളരെ നല്ലതാണ്. ബട്ടു, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല. കൂട്ടുകാരെ, ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. കുറച്ചു കാലമായി അവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും അവനെ അറിയില്ല. അവന് തനിച്ച് ജോലി ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ഇന്ന് അവൻ നിങ്ങൾ എല്ലാരെയും പരിചയപ്പെടണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് കൊണ്ടുവരാൻ പറഞ്ഞത്. വേഗം പുറത്തു വന്ന് എല്ലാരെയും പരിചയപ്പെട്. എല്ലാരും നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ ചെറിയ ബോക്സിൽ മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ മോഷിച്ച മറ്റുള്ള ആഭരണങ്ങൾ. കൊള്ളാം, ശരിക്കും കലക്കി. ഇവനാണ് എന്റെ സുഹൃത്ത് കൊക്കരക്കോ. ഇവന്റെ ദേഹം ഒരു റബ്ബർ പോലെയാണ്. ഇവന് എങ്ങനെ വേണമെങ്കിലും വളയാൻ കഴിയും. അതാണ് ഇവന്റെ കഴിവ്. ഗട്ടു ബട്ടുള്ള സെക്യൂരിറ്റീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മോഷ്ടിക്കണം എന്നതാണ് ഇവന്റെ പ്ലാൻ. ഗട്ടു ബട്ടു സെക്യൂരിറ്റി തരുന്നതായി പറഞ്ഞ് എല്ലാം മോഷ്ടിക്കുന്നു എന്ന് ജനങ്ങൾ വിചാരിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. ആലോചിക്ക്, ആലോചിക്ക്, ആലോചിക്ക്. എടാ മണ്ടന്മാരെ, നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞല്ലേ ബോസ്? അതാ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ കൊക്കരക്കോ, ഇങ്ങനത്തെ വിഡ്ഢികളാണ് എന്റെ അടുത്ത് ജോലിക്ക് നിൽക്കുന്നത്. എടാ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണ. ഗട്ടു ബട്ടുയുടെ കസ്റ്റഡിയിൽ നിന്ന് ആഭരണങ്ങളും പണവും കാണാതെ പോയാൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യില്ലേ? പിന്നെ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. നിങ്ങൾ നന്നായി വേർക്കുന്നുണ്ടല്ലോ. വേടാ പോയാ ഫാൻ ഓൺ ചെയ്യാ. ഇപ്പൊ ഓക്കെയാണോ ബോസ്? എടാ മണ്ടന്മാരെ, എപ്പോഴും നിങ്ങൾക്ക് എന്നെ പറപ്പിക്കുന്നതാണോ പണി? എടാ എന്നെ താഴെ ഇറക്കടാ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, എത്ര വലിയ ചലന്തിയാണെന്ന്. നിങ്ങളെന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? നമ്മുടെ ബോസിനെ ചെറുതിൽ നിന്ന് രക്ഷിക്കണം. വാ, ഞങ്ങളെന്താ എത്തി. വേഗം ഓടി വാടാ, എന്നെ രക്ഷിക്കേ. ഇപ്പൊ ഓക്കെയാണോ ബോസ്? അടുത്ത് വരുന്നു, അടുത്ത് ഇപ്പൊ അങ്ങോട്ട് വരും ബോസ്. എടാ മണ്ടന്മാരെ, മണ്ടന്മാരെ, എങ്ങനെ ഫാൻ ഇട്ട് തിരിക്കാതെ അതൊന്ന് ഓഫ് ചെയ്ത് എന്നെ രക്ഷിക്കേ. എന്റെ പൊന്നമ്മേ, അച്ഛാ, എന്റെ ദൈവമേ, ഇവന്മാരുടെ അടുത്തുനിന്ന് എന്നൊന്ന് രക്ഷിക്കേ. ബോസ്, നിങ്ങളെല്ലാം പറഞ്ഞു ഫാൻ ഓഫ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാന്. അതാ ഞങ്ങൾ ആലോചിച്ചത് ബോസ്. ഞങ്ങളോട് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഞങ്ങൾ നിങ്ങളോട് മിണ്ടില്ല ബോസ്. സത്യമാണ്, മിണ്ടത്തേ ഇല്ല. എടാ ഞങ്ങളുടെ പിണക്കൊക്കെ പിന്നീടാവണ്ട. ആദ്യം ഫാൻ ഓഫ് ചെയ്യേ, ഫാൻ ഓഫ് ചെയ്യേ. ഓക്കെ ബോസ്, ഇപ്പൊ തന്നെ ഓഫ് ചെയ്യാം. കണ്ടില്ലേ സുഹൃത്തെ, ഈ വിഡ്ഢികൾ എന്നെ എത്ര ടോർച്ചർ ചെയ്യുന്നെന്ന്. ഇത് കാരണമാണ് ഞാൻ നിന്നോട് സഹായം ചോദിച്ചത്. കട്ടുപട്ടുണ്ട കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. എന്നാലും ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. ആ കട്ടുപട്ടുണ്ട ഞാൻ മനസ്സിലാക്കി കൊടുക്കണം. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്.
അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? വായടക്കടാ. സിംഹം സംസാരിക്കുമ്പോ എലികൾ സംസാരിക്കാൻ പാടില്ല. എന്റെ കൊക്കരക്കോ, അടുത്ത മോഷണം എവിടെയായെന്ന് നീ പ്ലാൻ ചെയ്യേ. കണ്ടില്ലേ, ഷോപ്പ് അടച്ചു കഴിഞ്ഞപ്പോൾ CCTVയും ഓഫായി. അത് കഴിഞ്ഞിട്ട് ഒരു ഫുട്ടേജും ഇല്ലെന്നേ. എനിക്ക് തോന്നുന്നത് ആരോ ക്യാമറ ഓഫ് ചെയ്തതാ. ബട്ടു, ഈ കൊറിയർ ബോക്സും ഈ മോഷണവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നേ. അതെ കെട്ടു, നമ്മുടെ കൺട്രോളിൽ ഒരു ജ്വല്ലറി ഷോപ്പുണ്ട്. നമ്മുടെ സെക്യൂരിറ്റീസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കടന്റെ പേര് ഷുക് ജ്വല്ലേഴ്സ്. ഇന്ന് രാത്രി നമ്മൾ ശുഭ് ജ്വല്ലേഴ്സ് പോവും, ബോക്സിനകത്തിരുന്ന്. നിയമത്തിന്റെ ചെവികൾക്ക് കേൾവി ശക്തി കൂടുതലാണ്. ഞാൻ എല്ലാം കേട്ട് കഴിഞ്ഞു. ഇനി ഗട്ടുവും പെട്ടും രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. അവര് മോഷ്ടിക്കാൻ പോകുന്നിടത്ത് ഞാൻ അവരെ ഓടിപ്പോയി പിടിക്കുന്നതായിരിക്കും. സാറേ, ഗട്ടുവും പെട്ടുവും എപ്പോഴും കള്ളന്മാരെ പിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളുകളല്ലേ? അത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് കാശ് തന്നിട്ട് ബലൂണുകളെല്ലാം വാങ്ങിച്ചോളൂ. കണ്ടില്ലേ ചമക് സിംഗ്, അവരുടെ വീട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴവർ എന്റെ അടുത്തേക്ക് എത്തും. സാറേ, സാറാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. സാറ് പറക്കുകയാണ്. ചമക് സിംഗ്, ചായ തരൂ. ചായ ഞാൻ തരാം, പക്ഷെ സാറെങ്ങനെയാ കുടിക്കുന്നേ? സാറേ, സാറേ, എന്താ ഇത്? എന്റെ തല പോയേ. സാറേ, ആദ്യം ചായ കുടിക്കേ, എന്നിട്ട് പോയാ പോരെ സാറേ. അതെ, ഞാനിവിടുള്ള കാര്യം ആരും അറിയരുത്, പ്രത്യേകിച്ച് ഗട്ടുവും ബട്ടുവും. ഇനി അഥവാ അറിഞ്ഞാൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കും. ശുഭ്ജി, ഞാൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കാൻ പോവാണ്. കള്ളം വന്നാൽ പിടിക്കണ്ടേ? ഏതെങ്കിലും കൊറിയർകാരൻ വന്നു കഴിഞ്ഞാൽ ബോക്സ് വാങ്ങിച്ച് അകത്തേക്ക് വെച്ചോളൂ. ഓക്കെ. ബെസ്റ്റ് ഓഫ് ലക്ക് കെട്ടു. ഇതാ സാറേ, ഇതാ നിങ്ങളുടെ കൊറിയർ. ഇത് എവിടെ വെക്കണ്ടേ സാറേ? താങ്ക് യു സാറേ. കൊറിയർ ബോക്സ് വന്നു കഴിഞ്ഞു. പക്ഷെ വേറൊരു ബോക്സിൽ ഇൻസ്പെക്ടർ മൻമാനിയുണ്ട്. പുള്ളിക്കാരന് നമ്മുടെ പ്ലാൻ നേരത്തെ അറിയാമെന്ന് തോന്നുന്നു. ഇതെന്താണ്? വേറൊരു പെട്ടിയുണ്ടല്ലോ, അതിലെന്താണെന്ന് അറിയില്ലല്ലോ. ബട്ടു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വലിയ ആൾ ഇത്രയും ചെറിയ ബോക്സിൽ ഇരുന്നു. അയാള് പുറത്തേക്ക് വന്നു. ബട്ടു, വേഗം വാ. അയാള് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കളഞ്ഞു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആരാത്? എന്നെ പുറത്തേക്ക് കൊണ്ടുവരൂ. ചമക് സിംഗ്, നീ എവിടെയാണ്? ഞാൻ ഇൻസ്പെക്ടർ മൻമാണിയാണ്. മര്യാദയ്ക്ക് തുറക്കാനാ പറഞ്ഞത്.
പറഞ്ഞത് കേട്ടൂടെ ഹലോ ഷേർസേ, മണ്ണാടിക്ക് എല്ലാ കാര്യം അറിഞ്ഞോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. എടാ, നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കൈ മുകളിലേക്ക് പൊക്ക്. മുകളിൽ ദൈവത്തിന്റെ അടുത്ത് പോണെങ്കിൽ കൈ താഴ്ത്തിക്കോ. ഇവരെന്നെ പിടിച്ചു വെച്ചടാ, എന്നെ രക്ഷിക്കേ. കണ്ടാ, എന്റെ സുഹൃത്ത് പുറത്തു വന്നത് കണ്ടാ? ഇനി നോക്കിക്കോ, ഇവനെ എല്ലാരും ഒരു വഴിയാക്കും കേട്ടു. എല്ലാരുടെയും കഥ തീർത്തേക്കേ. എല്ലാവരെയും കണ്ടു, എല്ലാരെയും മനസ്സിലാക്കി. ഇനിയിപ്പോ നന്നായിട്ട് ഓടിയാ മതിന്നേ. അടിക്കല്ലേ. എഴുന്നേക്ക് കേട്ടു. ഓടിക്കോ. ഇഷ്ക. മര്യാദയ്ക്ക് നിങ്ങളുടെ യുദ്ധം നിർത്തിക്കോ. യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ ഈ ബോക്സ് ഒക്കെ പൊട്ടിച്ച് ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഇതാര് മന്മാരി സാറേ? അട്ടപ്പെട്ടിയിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കാനോ? നിങ്ങൾക്ക് ഇതിന്ന് പുറത്തു വരാൻ പോലും കഴിയില്ല. പിന്നെ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യാ? അവിടെ നിൽക്ക്. നിങ്ങൾ രണ്ടുപേരും ഷേർസിനെ വല്ലാതെ ശല്യം ചെയ്യുന്നു. നിങ്ങളെ ഞാൻ വെറുതെ ഇവിടെ പോകുന്നില്ല. നോക്കിക്കോ. ആ ചേട്ടാ, എന്നെ ഈ ക്യാരറ്റ് തിന്നാൻ ഹെൽപ്പ് ചെയ്യൂ. ഇതാ വന്നു. ഇതാ കഴിച്ചോളൂ. താങ്ക്സ് ഉണ്ട് കേട്ടോ. അത് കയ്യിൽ തന്നെ പിടിച്ചോ. ഇനി വന്നോ, ആർക്കാ വരേണ്ടത്? എല്ലാരെയും ഞാൻ ഇടിച്ചൊതുക്കും. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗട്ടോ. എന്റെ പിള്ളേര് നിന്നെ അടിച്ച് ചമ്മന്തിയാക്കാൻ പോവാ. എടാ മട്ടന്മാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല ഡയലോഗ് പറഞ്ഞത്. അവിടെ വായി നോക്കി നിൽക്കാതെ എടുത്തിട്ട് അടിക്കടാ. കൊക്കരക്കോ, നീ നിന്റെ കഴിവ് എന്താന്ന് ഇപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കേ. വേഗം ആവട്ടെ. കഥ കഴിഞ്ഞോ? നിന്റെ കഥ തീർന്നോ? ഞാൻ ഇതുവരെ തുടങ്ങിയത് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് തീർക്കുന്നത്? വലിച്ചെറിഞ്ഞോ കൊക്കരക്കൂരെ സഹായിക്കൂ. കൊക്കരക്കൂ. എന്റെ ക്യാരറ്റ് ഒരിക്കലും ഇങ്ങനെ എറിയരുത്. എന്റെ അമ്മച്ചി, എന്റെ തല പോയേ. നിങ്ങള് റബ്ബർ കൊണ്ടുണ്ടാക്കിയ ആളാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. ഡിഷും ഡിഷും ഡിഷ്ക ഡിഷ്ക. എടാ, ഇങ്ങനെ നോക്കി നിൽക്കാതെ അവനെ സഹായിക്ക്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഇവരെ സഹായിക്ക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ബോസ്. എടാ, ഇങ്ങനെയല്ല സഹായിക്കേണ്ടത്. അവന് പകരം നിങ്ങൾ ഫൈറ്റ് ചെയ്യേ. വേഗം.
ഇത് 1 കോടി രൂപ വിലയുള്ള വൈരമാണ്. ആർക്കാ വേണ്ടത്? വേണമെങ്കിൽ ഇതാ പിടിച്ചോടാ. എനിക്ക് തരൂ. ഞാൻ തുടങ്ങട്ടെ. എടാ എടാ എഴുന്നേൽക്ക്, പറയുന്നത് കേൾക്ക്, എഴുന്നേൽക്ക്. എടാ 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 എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ബോസ് ഇത് പട്ട് തന്നതാണ് ബോസ്. ഇല്ല, ഞാൻ തരില്ല. എനിക്ക് വേണം. ബട്ടു, ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ആ കള്ളന് നിങ്ങൾ പിടിച്ചു തന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജയിലിൽ പിടിച്ചിട്ടാണ്. ആ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരെ. ദേ ഈ കാണുന്ന കോഴിക്ക് കൂട് തന്നെ ധാരാളാണെന്നേ. ഇവന് ഈ ചെറിയ പെട്ടിക്ക് ഇരിക്കുന്നവന് ഇതിനകത്ത് ഇരിക്കുന്നതിന് വലിയ പാടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ?